പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ. പ്രാപ്പോയിൽ അജ്മീർ ആണ്ട് നേർച്ചയും ഗരീബ് നവാസ് ഹിഫ്ലുൽ ഖുർആൻ കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കിയവർക്കുള്ള സന്നദ്ധാന സമ്മേളനവും നടന്നു. സന്നദ്ധാന സമ്മേളനം KP അബൂബക്കർ മുസ്ലിയാർ പട്ടുവം ഉദ്ഘാടനം ചെയ്തു. 15 വർഷമായി നടത്തിവരുന്ന പ്രാപ്പോയിൽ അജ്മീർ ആണ്ട് നേർച്ചയിലും ഗരീബ് നവാസ് ഹിഫ്ലുൽ ഖുർആൻ കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സന്നദ്ധാന ചടങ്ങിലും പ്രമുഖ പണ്ഡിതരും വിശ്വാസികളും ഉൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തത്. സന്നദ്ധാന സമ്മേളനം KP അബൂബക്കർ മുസ്ലിയാർ പട്ടുവം ഉദ്ഘാടനം ചെയ്തു. എവിടെയും വിട്ടുകളയരുത്. അവർക്ക് നിലനിൽക്കണമെങ്കിൽ ദർശിയായ നിലയിൽ അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. അവര് പള്ളി ദർസുകളിലായിരുന്നാലും അല്ലെങ്കിൽ ശരീഅത്ത് കോളേജിലായിരുന്നാലും ദേവ കോളേജിലായിരുന്നാലും അവർക്ക് ഈ സ്ഥിതി നിലനിൽക്കാൻ എല്ലാ ദിവസവും അവർ പരിശുദ്ധമായ ഖുർആൻ ഓതിയും ആ ഹിഫ്ള് മറക്കാതെ നിലനിർത്താനുമുള്ള ആ പ്രവർത്തനങ്ങൾ തുറന്നു പോകണമെങ്കിൽ പലപ്പോഴും ഉസ്താദുമാരുടെ ശിക്ഷണം ആവശ്യമായി വരും, കൂട്ടുകാരുടെ സഹകരണം ആവശ്യമായി വരും. അതുകൊണ്ട് അവരെ ഒക്കെ എന്റെ മകൻ ഹാഫിളായി ഇനി എവിടെയെങ്കിലും പറഞ്ഞേക്കാനെന്ന ആ നിലപാട് സ്വീകരിക്കാതെ അവരെ പഠിപ്പിക്കണം. അവര് പഠിക്കണം, അവര് പണ്ഡിതന്മാരാകണം. അപ്പോഴേ ആ പഠനം നിലനിൽക്കുകയുള്ളൂ. അതിലൂടെ ഗുണം നേടാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. ഈ വിഷയം ബഹുമാനമുള്ള രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽ ഞാൻ ഈ അവസരം പെടുത്തുകയാണ്. സഹകരിച്ച പ്രോത്സാഹനം നൽകുന്ന നിരവധി ആളുകളുണ്ട്. അവരൊക്കെ റഹ്മാനായ റബ്ബേ, ഈ പുണ്യമക്കൾ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുമല്ലോ. നരകത്തിന്റെ അവകാശികളായി പോകുന്ന പാപങ്ങളിൽ അകപ്പെട്ടുപോയ ഞങ്ങൾ ഈ ഘട്ടത്തിൽ വിഷമിക്കുമ്പോൾ, സങ്കടപ്പെടുമ്പോൾ ഈ സങ്കടക്കടലിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ എന്റെ ഹാഫിദുകളായ കുഞ്ഞുമക്കളുണ്ടല്ലോ എന്ന ഒരാശ്വാസമാണ്, ആ പ്രതീക്ഷയാണ് ഈ സ്ഥാപനത്തെ വളർത്താനും ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്യാനും ഈമാനുള്ള മുഅ്മിനീങ്ങളെ പ്രേരിപ്പിച്ചത്. നൂർ മുഹമ്മദ് മിസ്ബാഹി അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ സലാം മുസ്ലിയാർ ദേവർശോല മുഖ്യപ്രഭാഷണം നടത്തി. അസൈദ് മുത്തനൂർ തങ്ങൾ സന്നദ്ധാനം നിർവഹിച്ചു. മുന്നോടിയായി നടന്ന ഖത്തമുൽ ഖുർആൻ ദുആയ്ക്ക് അഹമ്മദ് കബീർ ബുഖാരി എടരിക്കോട് നേതൃത്വം വഹിച്ചു. അലിക്കുഞ്ഞി ദാരിമി എരുവാട്ടി, കർണാടക വഖഫ് ബോർഡ് മുൻ ചെയർമാൻ മുഹമ്മദ് ഷാഫി സാദി ബാംഗ്ലൂർ, അസൈദ് മുഹമ്മദ് ജുനൈദ് അൽ ബുഖാരി മാട്ടൂൽ എന്നിവരും സംബന്ധിച്ചു. ജമാഅത്ത് പ്രസിഡന്റ് M സുബൈർ, സ്ഥലം ഇമാം അബ്ദുൽ ലത്തീഫ് അക്സനി, MDP ഖാലിദ്, MA സിദ്ദീഖ്, ഷറഫുദ്ദീൻ മുസ്ലിയാർ, അബ്ദുൽ നസർ സഖാഫി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.